എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഷിമോഗ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രി നമ്മൾ സ്റ്റേ ചെയ്ത പമ്പിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങി. അപ്പോൾ രാവിലെ തന്നെ ഗ്യാസൊക്കെ അടിച്ച് വണ്ടി ഫുള്ളായി, കുട്ടാപ്പിക്ക് വയറ് നിറച്ച് ഗ്യാസൊക്കെ മേടിച്ച് കൊടുത്ത് അപ്പോൾ നമ്മുടെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ ഒരു 230 കിലോമീറ്ററോളം ദൂരമുള്ളൊരു യാത്രയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ. അതായത് തുംകൂരിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഗുബ്ബി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യം എത്തുന്നത്. തുംകൂരിലെ തന്നെ ഒരു ഗ്രാമമാണ് പറയുന്നത് ഗുബ്ബി. അവിടുന്ന് പിന്നീട് നമ്മൾ പോകുന്ന ദൊദ്ദഗോണി അങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. കറക്റ്റ് അവർ പറയുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ദൊദ്ദഗോണി എന്നാണ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കിബ്ബനഹള്ളിയിലേക്ക് പോകും. കിബ്ബനഹള്ളിയിൽ നിന്ന് പിന്നീട് നമുക്ക് പോകാനുള്ള തിപ്തൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, തിപ്തൂർ. അതിനുശേഷം അർസിക്കേരെ, പിന്നെ കടൂര്, ബീരൂര്, താരിക്കേരെ എന്നാണ് പറയുന്നത്, താരിക്കേരെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ എല്ലാം കടന്ന് പിന്നെ ഭദ്രാവതിയുടെ ഔട്ടർ സൈഡിൽ കൂടെ നമ്മൾ പോയിട്ടാണ് നേരെ ഷിമോഗ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ 238 കിലോമീറ്ററോളം ദൂരം നമുക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ മാപ്പിൽ 208 കിലോമീറ്ററാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ പോകുന്നത് ചില ഗ്രാമപ്രദേശങ്ങളാണ്. കാരണം ഈ ഹൈവേയുടെ വർക്ക് അവിടെ നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഗ്രാമങ്ങളിൽ കൂടെ കയറിയാണ് ഇത്തവണ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മുമ്പിലൊരു കുതിരവണ്ടി പോകുന്നുണ്ട്. കുതിരവണ്ടി കുറച്ചുകൂടെ അടുത്ത് ചെല്ലുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും കുതിരവണ്ടി. അപ്പോൾ ഈ കർണാടകയിലും അതുപോലെ ആന്ധ്രയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ കുതിരവണ്ടി അതുപോലെ കാളവണ്ടികളൊക്കെ സ്ഥിരം കാഴ്ചയാണ്. നമ്മളെ സംബന്ധിച്ച് അതൊരു വ്യത്യസ്തമായുള്ള കാഴ്ചയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കുതിരവണ്ടി കാളവണ്ടികളൊന്നും വളരെ കുറവ്, ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതുണ്ട് കുതിരയായിട്ടൊരു മനുഷ്യൻ കുതിരവണ്ടി ഓടിച്ച് പോകുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണ്. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് ശിവമോഗയ്ക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ. റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ തുംകൂർ ടൗണിലേക്കാണ് പോകുന്നത്. അപ്പോൾ തുംകൂർ ജില്ലയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗുബ്ബി അതുപോലുള്ള മറ്റ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പഞ്ചായത്തുകളെല്ലാം വരുന്നത് തുംകൂർ ജില്ലയിലാണ്. അപ്പോൾ ഇത് തുംകൂർ ജില്ലയുടെ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ യാത്ര. അവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന റോഡാണ് യഥാർത്ഥത്തിൽ പണ്ട് മുതലേ ഷിമോഗയ്ക്കുള്ള റോഡെന്ന് പറഞ്ഞാൽ. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇതിലെ വന്ന സമയത്ത് ഇതിൽ മോശമായിരുന്ന റോഡാണ്. ഇപ്പോൾ റീടാറൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ ഒരു 5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ റോഡിൻ്റെ അവസ്ഥ നമ്മൾ തന്നെ അതിശയിച്ചു. കാരണം 6 വരിപ്പാതയാണ് പിന്നീട് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പം ഭയങ്കര രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് റോഡ് വികസനത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ. നമുക്ക് പോകുന്ന വഴിക്ക് ഇതൊക്കെ കാണാം. അപ്പോൾ ചുറ്റും 2 സൈഡിലും റോഡിൽ മരങ്ങളൊക്കെ ആയിട്ട് നിന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാടിൻ്റെ പേര്, ഈ തുംകൂർ എന്ന് പറയുന്ന നാടിന് വേറൊരു പേരും കൊണ്ടുണ്ട്. കൽപ്പാത്ത് നാടെന്നാണ് അവർ വിളിക്കുന്നത്. കൽപ്പാട്ട് നാടെന്ന് പറഞ്ഞാൽ നാളികേരങ്ങളുടെ അല്ലെങ്കിൽ തെങ്ങുകളുടെ നാടെന്നാണ് ആ വാക്കിന് അർത്ഥം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നിടത്ത് അവിടെ ബോർഡുണ്ട്, വെൽക്കം ടു കൽപ്പാത്തു നാടു എഡ്യൂക്കേഷൻ സിറ്റി. ഇതൊരു എഡ്യൂക്കേഷൻ ഹബ്ബും കൂടെയാണ്. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ട്, അതുപോലെ ഒരുപാട് പ്രൈമറി സ്കൂൾ മുതൽ വലിയ കോളേജുകൾ വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സിറ്റിയും കൂടെയാണ് ഇത്. അപ്പോൾ നമ്മൾ തുംകൂരിലെ ജില്ലയിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഗുബ്ബി എന്ന് പറയുന്ന പഞ്ചായത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹൈവേയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ നാട്ട് റോഡ് കഴിഞ്ഞ് ഹൈവേ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിജനമായിട്ട് കിടക്കുകയാണ്. അപ്പം എന്തുമാത്രം ഡെവലപ്മെൻറ്റ് വന്നെന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു ചെറിയ റോഡിൽ നിന്ന് ഇത്രയും വലിയൊരു റോഡിലേക്ക് ഉള്ളൊരു വികസനം. ഇതാണ് ഷിമോഗ വരെ പോകുന്ന റോഡാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ. ഈ ചെറിയ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ഷിമോഗയിൽ എത്താൻ വേണ്ടി സാധിക്കും. അത് മുമ്പൊക്കെ സഞ്ചരിച്ചിരുന്നതിൽ നിന്ന് ഒരു മണിക്കൂറിൽ നമുക്ക് സമയം കുറച്ചെടുത്തുകൊണ്ട് ഷിമോഗയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതേ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ നാഷണൽ ഹൈവേയും ചേർന്ന് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഹൈവേ വരുന്നുണ്ട്, മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. പണ്ട് കഴിയുമ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള റോഡായിരിക്കും അവിടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഹൈവേ പോകുന്ന ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ അല്ല ചില സ്ഥലത്ത് ഔട്ടറിലൂടെയൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ 2 സൈഡുകളിലായിട്ട് ഇതിപ്പം ഏകദേശം ഒരു തുംകൂർ ടൗണിൻ്റെ ഭാഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കുറച്ചുകൂടെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് കൃഷിയിടങ്ങൾ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അത് നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ എന്താ പറയുന്നത് ഒറ്റ കൃഷിയല്ല, പലതും വെവ്വേറെ കൃഷിയാണ്. അതായത് ഒരേ പാടത്ത് തന്നെ പല കൃഷികളാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ചിലയിടത്ത് മാവ് കാണാം. ആ മാവിന് തോട്ടം കഴിഞ്ഞാൽ തൊട്ടപ്പുറം പന, അടയ്ക്കയുടെ കൃഷിയുടെ ഏറ്റവും കൂടുതലുണ്ട്, അടയ്ക്ക. പക്ഷെ അതുകൊണ്ട് എന്തോ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. ഒരുപാട് അടയ്ക്ക കൃഷി ചെയ്യുന്നത് റോട്ടിൽ ഉണങ്ങുന്നത് നമുക്ക് കാണാം. ഉണ്ടോ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടയ്ക്കയാണ്, പനയാണ് നിൽക്കുന്നത്. പന
അടയ്ക്കയുടെ കൃഷിയാണ്. പിന്നീട് അതിനോട് ചേർന്ന് തന്നെ തെങ്ങിൻ്റെ കൃഷി, ഒരുപാട് തേങ്ങയുടെ പ്രൊഡക്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വെളിച്ചെണ്ണയുടെ ഇതായിരിക്കും ഉപയോഗമായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കർണാടക RTCയുടെ ഒരു ബസ് നമ്മളെ പാസ് ചെയ്ത് പോയിരിക്കുകയാണ്. അവരൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത്, പക്ഷേ നമുക്ക് അതേപോലെ നല്ല സ്പീഡിൽ പോകാൻ കഴിയത്തില്ല. വേറെ ഒന്നുമില്ല, സ്പീഡ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പറഞ്ഞേക്കുന്ന സമയത്തുള്ളിൽ നമുക്ക് ലോഡ് എത്തിച്ചാൽ മതി. സ്പീഡ് കൊണ്ട് അല്ലെങ്കിലും യാതൊരു കാര്യമില്ല, വെറുതെ അപകടം വരുത്തി വെക്കുന്നേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വിജനമായിട്ടുള്ള ഹൈവേകളിലെന്ന് പറയാൻ നമുക്ക് സ്പീഡ് എടുക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തന്നെ മനസ്സിൽ തോന്നും. പക്ഷെ അങ്ങനെ ഒരിക്കലും പോകരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗ്രാമപ്രദേശങ്ങളിൽ വീണ്ടും നമ്മൾ സിംഗിൾ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. സൈഡിൽ മാവിൻ്റെ കൃഷിയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, നാട്ടിലെ പോലത്തെ വലിയ മാവുകളല്ല, സമയം ഈ കുറ്റിച്ചെടികൾ പോലത്തെ ഈ മാവുകളിൽ ബഡ് ചെയ്ത മാവുകളാണെന്ന് തോന്നുന്നു, അതെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗുബ്ബി എന്ന് പറയുന്ന പഞ്ചായത്തിൻ്റെ എൻട്രൻസ് ആണ്. ഇതൊക്കെ ചെറിയ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കണ്ടുപിടിക്കുകയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഗുബ്ബി ഒരു ചെറിയ ടൗൺ ആണെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഓരോ പഞ്ചായത്തുകളും ഓരോ ജില്ലകളും നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. എല്ലാം രണ്ട് സൈഡിലും മരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയിലേക്ക് കിടക്കുമ്പോൾ ഒരിക്കലും വളരെ കുറച്ച് രീതിയിൽ മരങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. ഇവർക്ക് ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു രണ്ട് സൈഡിൽ ആ മരങ്ങൾ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ഈ ഹൈവേയുടെ വികസനം എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെട്ടി മാറ്റും, അത് വേറെ കാര്യം. എന്നിരുന്നാലും അതിൻ്റെ ആ ഒരു പഴമ ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു കിലോമീറ്റർ ദൈർഘ്യത്തെ 1 അല്ലെ 2 കിലോമീറ്റർ ദൈർഘ്യം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഈ ഒരു ചെറിയ സിറ്റികൾ അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുക, ഒരു ടൗൺ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ അതിശയമായിരിക്കും. കാരണം ഈ എന്താ പറയുന്നത്, ഒരു സൈഡിൽ മുഴുവനും വ്യാപാര സ്ഥാപനങ്ങൾ, മറ്റൊരു സൈഡിൽ മുഴുവൻ എഡ്യൂക്കേഷനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാമാണ് അവിടെ അവർ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഒരു ചെറിയൊരു വളരെ തിരക്ക് കുറഞ്ഞ ഒരു ഗ്രാമപ്രദേശം എന്ന് പറയാം. അതായത് ആ നാട്ടിലെ ജനങ്ങൾക്ക് വന്ന് സാധനങ്ങൾ വാങ്ങിക്കുവാനും അവരുടെ വയലിലെ സാധനങ്ങൾ വിൽക്കുവാനും മാത്രമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലം. പക്ഷേ നല്ല രസമുണ്ട് സ്ഥലം കാണാൻ വേണ്ടി. അധികം തിരക്കില്ല, എന്നാൽ തിരക്കുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രദേശം. അങ്ങനെ ഗുബ്ബി നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഗുബ്ബി കഴിഞ്ഞ് ഇത് ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നതാണ് ആ ഹൈവേ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആ ഹൈവേ കൂടെ നേരിട്ട് വരേണ്ടതിന് പകരമാണ് ഈ ഗ്രാമത്തിലൂടെ കയറി ഇപ്പം ഇങ്ങോട്ടേക്കുന്നത്. കാരണം അവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ താഴെ കൂടെ കയറി തൊട്ടപ്പുറത്ത് നിന്ന് നമുക്ക് വീണ്ടും ഹൈവേയിലേക്ക് കയറാവുന്നത്. ഇങ്ങനെയാണ് ഇവിടെ ഇപ്പം ഈ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ നമ്മളെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. പക്ഷേ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടു അങ്ങോട്ടോ ഈ വഴിയിൽ. ഒരു തവണ ഞാൻ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ പെട്ടുപോയി. കാരണം ഹൈവേയുടെ പണി നടക്കുന്നൊന്നും അറിയാൻ മേലായിരുന്നു. അത് നേരിട്ടങ്ങ് കയറി ഫ്ലൈ ഓവറിൻ്റെ ഫ്രണ്ടിൽ പോയി അവിടെ ഡിവൈഡർ വെച്ച് കാരണം രക്ഷപ്പെട്ടു. ചില സ്ഥലങ്ങളിലൊന്നും ബോർഡ് പോലും കാണത്തില്ല. കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതിലുള്ള യാത്ര വളരെ കുറവാണ്. കാരണം വിജനമായിട്ടുള്ള റോഡുകളാണ്. കാരണം രാത്രി യാത്ര ഈ KSRTC അല്ലെ കർണാടകയുടെ സ്ലീപ്പർ ബസ്സുകൾ മാത്രമേ ഉള്ളായിരിക്കും ചിലപ്പോൾ ഇതിൽ. അതിനെയൊന്നും ആരും അങ്ങനെ ആക്രമിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷേ മറ്റു വാഹനങ്ങൾ, ഹെവി വെഹിക്കിൾസ് ഒന്നും ഇതിൽ അങ്ങനെ ട്രാവലിംഗ് ഇല്ല. കാരണം ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഉള്ളിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ഇതിലേക്കൂടെ. റോഡ് ഫ്രീ ആണെന്ന് കരുതി രാത്രി വെറുതെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അപകടത്തിൽ പിന്നെ
പിന്നെ ഈ പകൽ സമയത്ത് പറയാനുള്ള കാര്യം, റോഡിൽ ഇത്രയും ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്പീഡിൽ ഓടിക്കാൻ ശ്രമിക്കരുത്. കാരണം പോകുന്ന വഴിയല്ല ഈ ചിലപ്പം ഗ്രാമത്തിൽ നിന്നൊക്കെ ഈ അതേ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് റോഡ് കാണാൻ നേരത്തെ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ഉള്ള ആൾക്കാർ, അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ബൈക്കിലും ചിലപ്പോൾ ട്രാക്ടറിലൊക്കെ കാളവണ്ടിയിലൊക്കെ ആണെങ്കിൽ ഒന്നും നോക്കാതെ ചിലപ്പോൾ കയറി വരും. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഈ ഇടയന്മാർ, ആടുകളൊക്കെ ആയിട്ട് മാടുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഇടയന്മാർ കാണും. അപ്പോൾ അവർ ചിലപ്പോൾ പെട്ടെന്ന് ഈ ആടുകളൊക്കെ റോഡിലേക്ക് കയറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി കിട്ടത്തില്ല, അത് അപകടങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് ഒരു മാന്യമായ സ്പീഡിൽ നമ്മൾ വാഹനം ഓടിക്കുക. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അറിയാലോ ഏത് സമയത്താണ് നമ്മൾ ലോഡ് അവിടെ ചെല്ലേണ്ടത്, എത്ര സമയം കൊണ്ട് അവിടെ ചെല്ലുമെന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് മാത്രം വണ്ടി ഓടിച്ചാൽ മതി. അതുപോലെ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് യാതൊരു കാര്യമില്ല, നമുക്ക് തന്നെ നഷ്ടങ്ങൾ വരത്തില്ല. കമ്പനി പോലും നമ്മുടെ കൂടെ നിൽക്കത്തില്ല. അപ്പോൾ കമ്പനി ചോദിക്കും എന്തിനാണ് നീ സ്പീഡിൽ പോയെന്ന് ചോദിക്കും. നിനക്ക് പറഞ്ഞ സമയത്ത് നമ്മൾ എത്തിച്ചാൽ പോരെ, അതിനുവേണ്ടി കാൽക്കുലേഷൻ ചെയ്ത് വണ്ടി ഓടിച്ചാൽ പോരെ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കരുത്. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാം നമുക്ക് ഒരുപാട് തെങ്ങുകൾ വളർന്നു നിൽക്കുന്നത് കാണാം. റൈറ്റ് സൈഡിലാണെങ്കിൽ പനയുടെ കൃഷി, അതായത് അടയ്ക്കയുടെ കൃഷിയുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇടവിട്ടുള്ള ഒരുപാട് കൃഷികളാണ്. പിന്നെ ബാക്കി സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ മത്തങ്ങ ഉണ്ട്, അതുപോലെ കുമ്പളങ്ങ, പിന്നെ പുകയില ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ അങ്ങ് പോകുമ്പോൾ പുകയില കൃഷി ചെയ്യുന്നതാണ്. അതിനെ കൃഷി ചെയ്ത ആ ഇല ഉണക്കിയെടുത്തിട്ട് ആണ് പിന്നീട് പുകയില ഉൽപ്പന്നങ്ങൾ അവർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ കൃഷി രീതികൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം എങ്ങും എന്താ പറയുന്നത്, ദൂരത്തോളം ഹൈവേ മാത്രമാണ് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അധിക തിരക്കുകളൊന്നുമില്ല, അധിക തിരക്കെന്നല്ല, ഒട്ടും തിരക്കില്ല വണ്ടിക്ക്. നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയമെടുത്ത് പോകാവുന്നതാണ്. വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ, അതായത് കൃഷിയിടങ്ങളിലൂടെയുള്ള യാത്രയാണ് നമ്മളുടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, പണ്ടൊക്കെ ഇതിലെ വരുമ്പോൾ സിംഗിൾ റോഡായിരുന്നു, ചിലപ്പം വണ്ണിട്ട റോഡായിരുന്നു, അല്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ആ സ്ഥാനത്താണ് ഇന്ന് ഇത്രയും സ്പീഡിൽ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു റോഡ് ഗവൺമെൻറ് നിർമ്മിച്ചിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ എന്തുമാത്രം വികസനമാണ് ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്ന റോഡിൽ. ഒരു 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 2 വർഷത്തിനുള്ളിൽ ഈ റോഡ് പൂർണ്ണമായിട്ടും അതിൻ്റെ ബാക്കി പണികളെല്ലാം പൂർത്തീകരിച്ച് നാടിന് തുറന്നു കൊടുക്കും. അപ്പം നമ്മൾ നേരത്തെ യാത്ര ചെയ്തതിൽ നിന്നും പകുതി സമയത്തോളം നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ മനോഹരമായ കൃഷിയിടങ്ങളും ഗ്രാമപ്രദേശങ്ങളും ഒക്കെ പിന്നിട്ടുകൊണ്ട് നമ്മുടെ യാത്ര വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ അടുത്ത ചെല്ലാൻ പോകുന്നത് തിപ്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തിപ്തൂർ എന്നാണ് ഞാൻ വായിച്ചത്, അതെങ്ങനെ വായിക്കുമെന്ന് അവർക്ക് മാത്രമേ അറിയൂ. TIPTUR, തിപ്തൂർ എന്നാണ് ഞാൻ വായിച്ചത്. ഇനി അവർ വായിക്കുമ്പോൾ അത് ഏത് ഭാഷയിലായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല, അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കുന്ന വായിച്ചത്. അത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, അറിയാവുന്നതെന്ന് പറയണം ആ കറക്റ്റായിട്ടുള്ള പേര്. അപ്പോൾ ഇംഗ്ലീഷിന് നേരെ മലയാളം ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിപ്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് ഇനി നമ്മളടുത്ത് ചെല്ലാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല ഇവിടുത്തെ പേരുകളൊക്കെ പണ്ട് നമ്മുടെ സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറയത്തില്ല, ഈ തേന്മാങ്കൽ കൊമ്പത്തെ എല്ലാത്തിൻ്റെ അകത്ത് ഇള്ളി ചേർത്ത് പറഞ്ഞാൽ. അപ്പം അതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഊര്, ഹള്ളി അങ്ങനെയൊക്കെ ചേർത്താണ് ഇവിടുത്തെ ഗ്രാമത്തിൻ്റെയൊക്കെ അല്ലെ ഓരോ സ്ഥലത്തിൻ്റെയും പേരെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുപ്പൂര്, കടൂര്, തിപ്തൂര്, അല്ലെങ്കിൽ മദനൂര്, തിമ്മപ്പുര, അങ്ങനെയൊക്കെയാണ് പേരുകൾ എന്ന് പറഞ്ഞാൽ. പിന്നെയുണ്ട് ഇള്ളി ചേർത്തുള്ള പേര്, അത് ഞാൻ ആലോചിക്കും പറയും ഇള്ളി ചേർത്തുള്ള പേരെന്ന് പറഞ്ഞാൽ.
അപ്പോൾ നമ്മുടെ മുമ്പിലൊരു മല നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മല അതായത് തിപ്തൂരിന് മുമ്പാണ് ഈ സ്ഥലം. ഒരു മല, ഈ മലയുടെ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മലയായിരുന്നു. അതിപ്പോൾ അവർ കല്ല് കൊത്തി അതായത് നമ്മുടെ നാട്ടിൽ ഇഷ്ടിക ഉണ്ടാക്കത്തില്ല, അതുപോലെ അവർ ഈ പാറയിൽ നിന്നാണ്, അതൊരു പ്രത്യേക തരം പാറയാണ്, അതിൽ നിന്ന് കല്ല് വെട്ടിയെടുത്തിട്ട് അവരുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇഷ്ടിക പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇഷ്ടിക പോലെ ഇപ്പം നമുക്ക് പോകുന്ന വഴി കാണാൻ ഈ ട്രാക്ടറിലൊക്കെ ചിലപ്പം ആ കല്ല് വെട്ടി കൊണ്ടുവന്നു. ഇപ്പോൾ കണ്ടോ ആ മലയുടെ കോലം കണ്ടു. ഇപ്പോൾ അത്രയായി വലിയൊരു മല അവർ അത് തുരന്ന് അല്ലെങ്കിൽ അതിനെ പൊട്ടിച്ച് അതിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ട് ഇഷ്ടിക പോലത്തെ പീസുകളാക്കിയിട്ടാണ് അവർ അവരുടെ ആയിട്ടുള്ള വീട് കെട്ടാനായിരിക്കണം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇതുപോലെ കല്ല് കെട്ടാനോ റോഡിൻ്റെ വർക്കിനൊക്കെ ആയിരിക്കും. അതുണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മുമ്പിൽ ട്രാക്ടറിൽ ഒരു ട്രെയിലർ പോലത്തെ സംഭവം ഘടിപ്പിച്ചിട്ട് അതിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ആ മലയിൽ നിന്ന് വെട്ടിയെടുത്ത കല്ലുകളാണ്. പക്ഷെ അത് ഒരുപാട് കഷ്ടപ്പാടുള്ള പരിപാടി. നമ്മൾ പോകുമ്പോൾ കാണാം മലയുടെ ചുവട്ടിലൊക്കെ നിന്നിട്ട് ആളുകൾ ഇതുപോലെ ചെയ്യുന്നതാണ്. അതിനെ കുറേ പേര് പൊട്ടിക്കുന്നു, ചിലർ അതിനെ ഷേപ്പാക്കുന്നു, കറക്റ്റ് ആ ചതുരത്തിൽ വെട്ടിയെടുത്തിട്ട് അവർ കൊണ്ടുപോവാണ് അവരുടെ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ തിപ്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെയാണ് ഹൈവേ പോകുന്നത്. അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു റോഡാണ്. ഇപ്പം ഈ തിപ്തൂരും ഇതുപോലെ തന്നെ ചെറിയൊരു ടൗൺഷിപ്പാണ്. അതും ഈ പറഞ്ഞ പോലെ ഈ പനയുടെ അല്ലെങ്കിൽ അടയ്ക്കയുടെ ഉൽപ്പാദനം അല്ലെങ്കിൽ തെങ്ങ് നാളികേരത്തിൻ്റെ പ്രൊഡക്ഷൻ ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ. ചെറിയൊരു ടൗൺഷിപ്പ്, വലിയ തിരക്കുകളൊന്നുമില്ല. ആളുകളെല്ലാം അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്ന കുറച്ച് മുമ്പേ ഈ സ്ഥലങ്ങളുടെ പേരുകളുടെ വൈവിധ്യമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഹള്ളി ചേർത്തിട്ടൊക്കെ ഉള്ള ഒരുപാട് ഹള്ളി, ഇപ്പോൾ എന്താ പറയുന്നത്, പറയുകയാണെങ്കിൽ സിംഗനഹള്ളി അതൊരു പേരാണ്. ഇപ്പം എൻ്റെ ഓർമ്മയിലേക്ക് പോകുന്ന വഴി കേട്ടിട്ടുള്ള പേരുകളൊക്കെ സിംഗനഹള്ളിയുണ്ട്. പിന്നെ ഹെസറഹള്ളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പിന്നെ സോബനഹള്ളിയുണ്ട്. പിന്നെ ഹരണഹള്ളി എന്നൊക്കെയുണ്ട്. പിന്നെ കിബ്ബനഹള്ളി, അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങൾ ഹള്ളി ചേർത്തിട്ടുള്ള പേര്. പിന്നെ ഇപ്പോൾ ഈ അർസിക്കേരെ, തരിക്കേരെ, അല്ലെ പിന്നെ ബന്നവാരെ, ഹെഗ്ഗരി, അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകൾ നമുക്ക് ഈ നാട്ടിലൂടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ തിപ്തൂരിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. പണ്ട് ഞാനിതിൽ വരുമ്പം ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഞാൻ രാത്രിയിൽ പെട്ടുപോയതാണ്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഉത്സവമായിരുന്നു, അറിയത്തില്ലായിരുന്നു. കാരണം ലൈറ്റുകളൊക്കെ കണ്ട് ഉത്സവം മനസ്സിലായി, ഒരുപാട് ദൂരെ നിന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ ആ ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ വലുതെന്ന് പറഞ്ഞാൽ, ബാക്കിയെല്ലാം കുഞ്ഞു വണ്ടികൾ. ഞാൻ ആകെപ്പെട്ടു. പിന്നെ അവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്ഷേത്രം, അത് പ്രതിഷ്ഠ ഏതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവിടുത്തെ നാട്ടുകാർ നല്ലവരായത് കാരണം മാത്രം ഒന്നും പറഞ്ഞില്ല. അവർ ഈ ചെറിയ വഴി കൂടെ എന്നെ വിട്ട്. എന്നിട്ട് 1 മണിക്കൂറോളം എടുത്ത് ഞാൻ ഈ ചെറിയൊരു ടൗണ് കിടക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ. അവർ സഹകരിച്ചപ്പോൾ പിന്നെ ഞാൻ സഹകരിച്ചല്ലേ പറ്റത്തുള്ളത്. കാരണം ഞാൻ അവിടെ പതിയെ ഉറുമ്പനങ്ങുന്ന പോലെ വണ്ടിയായിട്ട് പോകുന്നു. അങ്ങനെയാണ് ഈ നാട്ടിലെ ഒരനുഭവം എന്ന് പറഞ്ഞാൽ. ചെറിയൊരു ടൗൺഷിപ്പാണ്. അങ്ങനെ നമ്മൾ തിപ്തൂരിൻ്റെ ഹൃദയത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ്. പിന്നെ ഇവിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഈ കർണാടകയുടെ ഇതുപോലുള്ള ഗ്രാമപ്രദേശങ്ങൾ ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആദ്യത്തെ ഒരു 500 മീറ്റർ 1 കിലോമീറ്റർ ഇതുപോലുള്ള വ്യാപാര സ്ഥാപനങ്ങളായിരിക്കും. ഈ തുണി ആയിക്കോട്ടെ, മറ്റ് നമ്മുടെ പച്ചക്കറി ആയിക്കോട്ടെ, അങ്ങനെയുള്ള വ്യാപാര സ്ഥാപനങ്ങളായിരിക്കും ആദ്യം ഉള്ളത്. അതിനുശേഷം കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഇപ്പം ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ മുഴുവനും നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, സ്കൂളുകൾ പറയാൻ പോകുന്ന വഴി. അതിന് മുമ്പ് വേറൊരു കാഴ്ച കാണോ, നമ്മുടെ നാട്ടിൽ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു ഓട്ടോറിക്ഷയിൽ പുറകിലും മുമ്പിലും എല്ലാം ആളെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇത് ഷെയർ ഓട്ടോകളാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ. ആർക്കും കൈ കാണിച്ച് നിർത്തിയിട്ട് അങ്ങനെ കയറിപ്പം ആ ചേച്ചിയൊക്കെ എന്ത് കൂളായിട്ട് അതിൻ്റെ ബാക്കിലിരിക്കുന്ന നോക്കി. നമ്മുടെ നാട്ടിൽ ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. ഇനി അഥവാ കണ്ടാൽ തന്നെ ഏതെങ്കിലും വണ്ടിക്കാർ ഇതുപോലെ ഫോട്ടോ എടുത്ത് അപ്പോഴേ MVD അപ്പോഴേ എന്താ പറയുന്നത് അതിൽ ടാഗ് ചെയ്യും, അവരുടെ കാര്യം പോക്കാം, ഓട്ടോക്കാരൻ്റെ കാര്യം പോക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു വിഷയമില്ല, എന്ത് കൂളായിട്ട് അവരിരിക്കുന്നത്. പക്ഷേ ഇത് വളരെ അപകടമാണ്. ഞാനതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. വളരെ അപകടം പിടിച്ചൊരു യാത്ര. എന്നാലും ഇവിടുത്തെ ആളുകൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഓട്ടോയുടെ ഫ്രണ്ട് സീറ്റിലും 3 പേരായിരിക്കുന്നത്, ബാക്കിൽ 3 പേര്. അപ്പോൾ
അതിൻ്റെ കപ്പാസിറ്റിയെക്കാട്ടിലും എത്രയോ ആളുകളാണ് അതിൽ കൂടുതൽ കയറിയേക്കുന്നത്. അപ്പോൾ ഒരു ടാങ്കർ ചേട്ടൻ കൈ കാണിച്ചിരിക്കുന്നത്. പൊക്കോ ചേട്ടാ പൊക്കോ, ഞാൻ പതിയേ ഉള്ളൂ പൊക്കോ. ചേട്ടന് പോയിട്ട് ഡീസലും പെട്രോളൊക്കെ കൊടുക്കാനുള്ള. അപ്പോൾ ചേട്ടൻ പോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ടൗണിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഈ ടൗണിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞല്ലോ കുറച്ച് വ്യാപാര സ്ഥാപനങ്ങളായിരിക്കും ആദ്യം. അതിനുശേഷം കുറച്ചുകൂടെ മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ സ്കൂളുകളും കോളേജുകളും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പോലീസ് സ്റ്റേഷനുണ്ട്, പിന്നീട് ഒരു കോടതിയുണ്ട്, അതിനുശേഷം പഞ്ചായത്തിൻ്റെ ആണെന്ന് തോന്നുന്നത്, പഞ്ചായത്ത് ഓഫീസാണെന്ന് തോന്നുന്നത്, പഞ്ചായത്തിൻ്റെ ഓഫീസുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ, ഒരു പഞ്ചായത്ത് ആശുപത്രി, നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ആശുപത്രി എന്നൊക്കെ പറയുന്ന ഒരു പഞ്ചായത്ത് ആശുപത്രിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ടൗണിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അവർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമാണ്. മാത്രമല്ല അവർ എന്താ പറയുന്നത്, മരങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. ആ ഗ്രാമത്തിൻ്റെ ആ ഭംഗി ഒരിക്കലും നഷ്ടപ്പെടാതെ ആ മരങ്ങൾ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കാം, ഞാൻ കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് അങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ ഇപ്പം ഈ പോകുന്ന സ്ഥിതി ചെറിയൊരു ഗ്രാമസ്ഥിതി എന്ന് പറഞ്ഞാൽ. അപ്പം സത്യം പറഞ്ഞാൽ ആ ഗ്രാമം കഴിഞ്ഞു. ഇപ്പം ഈ 1 കിലോമീറ്ററോളം ദൂരത്തെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ തിരക്കെന്ന് പറഞ്ഞാൽ ആ ഒരു നഗരം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ തിപ്തൂരിനോട് വിട പറഞ്ഞു. തിപ്തൂർ ഗ്രാമവും കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കടൂരുണ്ട്, അല്ലെങ്കിൽ അർസിക്കേരയുണ്ട്, പിന്നെ ബീരൂരുണ്ട്. ഈ ബീരൂരൊക്കെ ചെന്ന് കഴിയുമ്പം ഒരുപാട് കൃഷികൾ കാണാം. പിന്നീട് ഈ ആട് മേയ്ക്കുന്ന ആൾക്കാരെ കാണാം. ഈ റാഗി അങ്ങനൊരു വിഭവമില്ല, റാഗി, അത് കൃഷി ചെയ്യുന്ന കാണാം. പിന്നെ പുകയില, അത് എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച. പുകയില ഞാൻ ആദ്യമായിട്ട് കാണും. ചിലപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം, നോക്കട്ടെ. ഈ ഉൾഗ്രാമങ്ങളിലോട്ടൊക്കെയാണ് ഈ പുകയില ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അവരെന്നിട്ട് ഇപ്പോൾ ആന്ധ്രയിൽ പോവുകയാണെങ്കിൽ ആന്ധ്ര പോകുന്ന സമയത്താണ് ഞാൻ കാണിച്ചു തരാം, ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രാമങ്ങൾ കഴിഞ്ഞിട്ട് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പച്ചപ്പ് ഇപ്പോഴും അവിടെയുണ്ട്. ആ എന്താ പറയുന്ന ഒരു പ്രകൃതി ഭംഗി ഭയങ്കരമാണ് ഇവിടുത്തെ ഈ ഗ്രാമങ്ങളുടെ എന്ന് പറഞ്ഞാൽ. അവർ ആ മരത്തെയൊക്കെ അതേപോലെ തന്നെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. വീണ്ടും ഹൈവേയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിജനമായിട്ട് കിടക്കുകയാണ് ഹൈവേ എന്ന് പറഞ്ഞാൽ. ഒറ്റ മനുഷ്യ കുഞ്ഞില്ല. ഈ ഒരു സമയത്ത് ഇങ്ങനെയാണ് ഹൈവേ കിടക്കുന്നത്. രാത്രിയിലെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാത്രിയിൽ ഒരു കാരണവശാലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടെ വാഹനം ഓടിച്ച് നമ്മൾ വരരുത്. കാരണം ഒന്ന് ഡേഞ്ചർ എന്ന് പറയാൻ വേണ്ടി, കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ പക്കാ ഗ്രാമപ്രദേശങ്ങളിലുള്ള യാത്രയാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയുള്ളതെന്ന് നമുക്ക് പറയാൻ മതി. ഈ പിടിച്ചുപറിയൊക്കെ ഒരുപാടുള്ള, എല്ലാവരും അങ്ങനെ ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നിരുന്നാലും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ. അത് കാരണം നമ്മൾ നമ്മുടെ സേഫ്റ്റി ഇതാകണം. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നൈറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു വിസിബിലിറ്റി കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും വർക്കിംഗ് അല്ല. അതൊക്കെ കൺസ്ട്രക്ഷൻ അതിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. ഹൈവേയുടെ വർക്ക് നടക്കുന്ന കാരണം അതിൻ്റെ ഇത് നടക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു വെളിച്ചത്തിൽ മാത്രമായിരിക്കും നമ്മൾ മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ ഈ റോഡിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇടയന്മാരൊക്കെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആടുകളെയൊക്കെ മേയിച്ചിന് ചിലപ്പോൾ അവർ വിശ്രമിക്കും. ഈ ആടുകൾ അല്ലെങ്കിൽ ഈ നമ്മുടെ എരുമയുണ്ട്, എരുമ വളർത്തലൊക്കെ അവിടെ മെയിനാണ്. അപ്പോൾ എരുമ, ആട് അതുപോലുള്ള ജീവികളൊക്കെ ചിലപ്പം, അല്ലെങ്കിൽ ആ മൃഗങ്ങൾ ഈ ഹൈവേയിൽ കയറി നിൽക്കും. ചിലപ്പോൾ നമ്മൾ ഈ എന്താ പറയുക നല്ല സ്പീഡിൽ വരാൻ നേരത്ത് ഒരിക്കലും ചിലപ്പോൾ നമുക്ക് അടുത്ത് വരുമ്പോഴായിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മളതിനെ ഇടിച്ചു തെറിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചു തെറിപ്പിക്കുന്നത് മാത്രമല്ല നമ്മളും നമ്മുടെ വണ്ടിയും മറിയും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപകടം ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് നൈറ്റ് യാത്ര ഇങ്ങനെയുള്ള വിജനമായ സ്ഥലങ്ങളിലോട്ട് ഒഴിവാക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. അതുകൊണ്ട് ഞാൻ
ഒരു സമയം ഒരു 10 മണിക്ക് ശേഷം ഞാൻ ഒരിക്കലും വണ്ടി എടുക്കാറില്ല. അത് എത്രയൊക്കെ ഇതാണെന്ന് പറഞ്ഞാൽ പിന്നീട് രാവിലെ ഒരു വെളുപ്പിന് 4 മണിക്കോ 3 മണിക്കോ വണ്ടി എടുത്തിട്ട് ഉള്ള യാത്രയേ ഉള്ളൂ. അതാകുമ്പോൾ നമുക്ക് മൈൻഡ് ഫ്രീ ആയിട്ട് ഫ്രഷ് ആയിട്ട് ഓടിക്കാം. ഇപ്പോൾ നമ്മൾ കർണാടകയുടെ തിപ്തൂരിൽ കഴിഞ്ഞ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും 2 സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വിജനമായിട്ടുള്ള ഹൈവേയും 2 സൈഡിലും തെങ്ങിൻ്റെ കൃഷിയും പനയുടെ കൃഷിയും നെല്ല് വയലുകളുമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ അടയ്ക്ക ഇവർ എന്തുവാ ചെയ്യുന്ന തരത്തിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുമ്പോഴേ അവിടെ ഒരുപാട് അടയ്ക്ക ഇങ്ങനെ ഈ ഇട്ട് ഉണക്കുന്ന കാണാം. ചിലരത് അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അതുപോലെ നല്ല ചുമല കളറാവും ഇതിൻ്റെ അകത്തെ ആ സംഭവം എന്ന് പറഞ്ഞാൽ. നമ്മൾ പാക്കെന്ന് പറയത്തില്ല, പാക്ക് അതായത് പണ്ട് മുറുക്കാൻ ഉപയോഗിക്കുന്ന പാക്ക് എന്ന് പറയുന്നില്ല, ആ സാധനം ഭയങ്കര ചുമല കളറാവും. അതുപോലെ അതിൻ്റെ ഈ പാളയില്ലേ, പാള എന്ന് പറയുന്നത് അതിൻ്റെ പുറത്തെ ആ ഓല വരത്തില്ല, ഓല വരുന്ന അത് സെപ്പറേറ്റ് വെട്ടി മാറ്റി അവർ ഇങ്ങനെ കെട്ടുകളാക്കി വെച്ചിരിക്കും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അതിൻ്റെ തൊണ്ടെന്ന് പറയുന്ന തോട്, അത് ഓരോന്നിനും ഓരോ ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്ത് തന്നെ ഇത് ഉപയോഗിക്കുന്നത് ഇതുവരെ കണ്ടില്ല. ഇവർ ട്രാക്ടറിൽ ഈ ട്രോളി പോലത്തെ സാധനം ഘടിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ സാധനം ഒരുപാട് കൊണ്ടുപോകുന്ന കാണാം. പിന്നെ പുകയില നമുക്ക് പോകുന്ന വഴിക്ക് കാണാം, ഇതുപോലെ ട്രാക്ടറെ നമുക്ക് കൊണ്ടുപോകുന്ന കാണാം. അത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഈ ഉണങ്ങുന്നതൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അടയ്ക്ക കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്ന അറിയത്തില്ല. അതിൻ്റെ ചെറിയ ചെറിയ യൂണിറ്റുകൾ അവിടെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഈ എന്താ പറയുന്നത് ഫാക്ടറികൾ കാണാം. ഫാക്ടറികൾ എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറി അവരോട് ചോദിച്ച് മനസ്സിലാവും. ഒന്നും ഭാഷ അറിയത്തില്ല, ഈ കന്നഡ അറിയത്തില്ല, അതാണ് ഏറ്റവും വലിയ. അറിയാവുന്ന ഹിന്ദി ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഉള്ളൂ. പിന്നെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ലോറിക്കാരന് എന്ത് ഭാഷ, നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മളങ്ങ് അലിഞ്ഞ് ചേരുകയാണ്, ആ നാടുമായിട്ട് അങ്ങ് അലിഞ്ഞ് ചേരുകയാണ്. ചിലപ്പോൾ ഒരു ചായയിലായിരിക്കും, ഏതെങ്കിലും കടയിൽ പോയിരുന്ന് ചായ കുടിച്ച് എന്തെങ്കിലും അഭിപ്രായത്തിലായിരിക്കും, ഒരു പത്രവാർത്തയിലോ ഒരു പരസ്യത്തിലോ ആയിരിക്കും, നമുക്കറിയാവുന്ന ഭാഷയിൽ അവരുമായിട്ടങ്ങ് ചേരുകയാണ്. പിന്നെ അവർ നമ്മുടെ സുഹൃത്തുക്കളായി. അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ ഈ യാത്രയിൽ കിട്ടിയിട്ടുണ്ട്. ഒരു കപ്പ് ചായയിൽ തുടങ്ങിയ സൗഹൃദം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെല്ലുന്ന നാട് നമ്മുടെയാണെന്ന് കരുതി അവരുമായിട്ട് അങ്ങ് ഇഴകി ചേരുക, ആ നാടുമായിട്ട് അങ്ങ് ഇഴകി ചേരുക. അപ്പം നമുക്ക് യാതൊരു കുഴപ്പമില്ല. അവർക്ക് തോന്നണം നമ്മൾ അവരിൽ ഒരാളാണെന്ന് തോന്നണം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ ലോറി ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മനോഹരമായ ഒരുപാട് സൗഹൃദങ്ങളും കാഴ്ചകളും നമുക്ക് സമ്മാനിക്കുന്നതാണ് ഈ ഒരു ഡ്രൈവർ ലൈഫ് എന്ന് പറഞ്ഞാൽ. അത് വേറൊരു ജോലിക്കും കിട്ടാത്ത ഒരു എന്താ പറയുന്നത് ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ. അപ്പം നമ്മുടെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാത്ത ദൂരത്തോളം തെങ്ങ് കൃഷിയും ഹൈവേയും മാത്രമുള്ള ഈ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര. ഇനി നമ്മൾ അടുത്ത മെയിനായിട്ട് ചെല്ലുന്ന ടൗൺ എന്ന് പറഞ്ഞാൽ അർസിക്കേര എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒറിജിനൽ എന്താണെന്ന് എനിക്കറിയില്ല. അത് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വാക്ക് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ വായിച്ച ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കിടക്കുന്നത്, അതിനകത്ത് വ്യത്യാസം കാണും. അപ്പോൾ ഇനി അർസിക്കേരയിലേക്ക് ചെല്ലാൻ വേണ്ടി ഏകദേശം 10-20 മിനിറ്റും കൂടെ ഉള്ള സ്ഥലം. ഈ അർസിക്കേരയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം എനിക്ക് ഓർമ്മ. ഈ അർസിക്കേര എന്ന് പറയുന്ന വാക്ക് വരാനായിട്ട് പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് ഷിമോഗയിൽ പോയ സമയത്ത് ഇപ്പം ഇങ്ങനെ ഓരോ നാടുകളുടെ പേര് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചുമ്മാ ഓരോ തമാശയൊക്കെ പറഞ്ഞ സമയത്ത് അവിടുന്ന് ഒരു വ്യക്തി പറഞ്ഞു അർസിക്കേര എന്ന് പറഞ്ഞാൽ കേര എന്ന് പറഞ്ഞാൽ കേര എന്ന് പറഞ്ഞാൽ കന്നഡയിൽ അതിനർത്ഥം കുളം എന്നർത്ഥം. അപ്പോൾ അരസി എന്ന് പറഞ്ഞാൽ രാജ്ഞി എന്നാണ് അർത്ഥം. അപ്പോൾ രാജ്ഞിയുടെ കുളമെന്നാണ് ഈ ഒരു വാക്ക്, ഈ അർസിക്കേര എന്ന് പറയുന്ന വാക്കിനർത്ഥം എന്നാണ് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ. ഒരുപാട് നാളായി, പക്ഷേ അത് ഇപ്പോഴും ആ വാക്ക് ഓർമ്മയില്ല. അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഏതോ എന്തെങ്കിലും ചരിത്രമൊക്കെ കാണുമായിരിക്കും. എന്നാലും മനോഹരമായിട്ടൊരു കാര്യം. ഇതുപോലെ ഈ നമ്മളീ പോകുന്ന ഓരോ ഗ്രാമങ്ങളും ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കം ആ ഒരു പേരിന് പഴമ നിലനിർത്തുന്ന ഒരു സ്ഥലങ്ങളായിരുന്നു. ഇപ്പം നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ ഒക്കെ ഡെവലപ്മെൻറ്റ് കാരണം ഈ ഗ്രാമങ്ങളിലൊക്കെ സ്ഥലങ്ങൾ എടുത്തതിന് ശേഷം ഹൈവേ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാലും നമ്മളീ പോകുന്ന ഗ്രാമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് നാളുകളുടെ ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പല പല രാജവംശങ്ങൾ ഭരിച്ച് മാറിയ കാലങ്ങളായി കൈമാറി വന്ന ഒരു പേരുകളൊക്കെയാണ് ഈ ഗ്രാമങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. ഇപ്പോഴും നമ്മളൊരു ഗ്രാമത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ഓർമ്മ വെക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള നമ്മൾ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ മറ്റ് ഗ്രാമങ്ങളിൽ കൂടെ ഇതുപോലെ യാത്ര ചെയ്യാൻ നേരത്ത് വളരെയധികം സൂക്ഷിക്കണം. റോഡ് വിജനമാണെങ്കിലും ഒരു കാരണവശാലും സ്പീഡിൽ പോകാൻ വേണ്ടി പാടില്ല. കാരണം എപ്പോഴാണ് ഏത് വഴിയാണ് അപകടം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അത് മനസ്സിൽ കാണണം. പിന്നീട് അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഒരു കാരണവശാലും അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വരുന്നത് അനുഭവിക്കുക എന്നുള്ളതല്ല വേറെ ഒരു മാർഗ്ഗം നമ്മുടെ മുമ്പില്ല. അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. അതിപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞാലും ഏത് വലിയ റൂട്ടിലാണെന്ന് പറഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള സ്പീഡിൽ മാത്രം നമ്മൾ സഞ്ചരിക്കുക. ഇനി നമുക്ക് അധികം ധൃതിയുള്ളവരാണെങ്കിൽ 1 മണിക്കൂർ മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കും. അപ്പം നമുക്ക് പതിയെ പോകാമല്ലോ, അത് മതി. അപ്പോൾ ഹോൺ അടിച്ച് വരുന്നവനാണെങ്കിൽ അവനങ്ങ് വഴി കൊടുത്തേക്കുക, അവൻ കയറി പോക്കോട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് യാത്ര ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്താമെന്ന് കരുതുന്നു. ഇപ്പോൾ സമയം ഒരുപാടായി. ഇപ്പം തുംകൂരിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പം ഏകദേശം 3 മണിയായി, വൈകുന്നേരമായി. ഇപ്പോൾ കർണാടകയുടെ ഗ്രാമങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര ഷിമോഗയെ ലക്ഷ്യമാക്കി വീണ്ടും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെൽവയലുകളിലൂടെയും അതുപോലെ തന്നെ പുകയില പാടങ്ങളിലൂടെയും തെങ്ങിൻ പാടങ്ങളിലൂടെയൊക്കെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളുമായി നമ്മൾ മുമ്പോട്ടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. നാളെ നമുക്ക് ഈ ഒരു സമയമൊക്കെ നാളെ ഉച്ചയൊക്കെ ആകുമ്പോൾ അങ്ങ് ഷിമോഗയിൽ ചെല്ലണം. അപ്പോൾ കൂടുതൽ ഗ്രാമകാഴ്ചകൾ, ഈ പർസിക്കാരമുള്ള ഗ്രാമകാഴ്ചകൾ ഞാൻ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം ഇന്ന് ഇവിടം കൊണ്ട് നിർത്തുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക, ഓവർ സ്പീഡൊന്നും എടുക്കാതിരിക്കുക, റോട്ടിൽ കിടന്ന് അടിയൊന്നും ഉണ്ടാക്കാതിരിക്കുക. എല്ലാവരും അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ ചെന്ന് ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ.